ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ. മുമ്പ് ഇവിടെ പലതവണ വിശദീകരിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അമ്പിയാക്കന്മാര് പോലും അവരുടെ ജീവിതകാലത്ത് വരെ അവര് മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ സഹോദരന്മാരെ? ഇതൊരു ചെറിയ വിഷയമാണോ? ഇതൊരു നിസ്സാര കാര്യമാണെന്നാണോ വിചാരിച്ചത്? നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഹത്തുക്കളായ അമ്പിയാക്കൾക്ക് പോലും അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ആ മഹാന്മാര് മറഞ്ഞ പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലല്ലോ. അമ്പിയാക്കന്മാർക്ക് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അറിയിച്ചു കൊടുക്കുമ്പോ അവരറിയുന്നു എന്നതല്ലാതെ മറഞ്ഞ കാര്യം അറിയുക എന്ന ഒരു സിദ്ധി അവരിൽ തന്നെ മുമ്പേ ഊട്ടപ്പെട്ടതാണ്, പ്രകൃത്യാ നൽകപ്പെട്ടതാണ് എന്ന നിലക്കുള്ള ഒരു പ്രത്യേകമായ അവതരണങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്രയോ അമ്പിയാക്കന്മാരുടെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടില്ലേ? മഹാനായ ഖലീലുള്ളയുടെ അടുത്തേക്കതാ അതിഥികൾ കയറി വരുന്നു. മനുഷ്യവേഷത്തിലാണ്. മനുഷ്യവേഷത്തിൽ കയറി വന്നപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലല്ലേ, അറിഞ്ഞോ ഈ വന്നത് മലക്കുകളാണ്, വേഷം മാറി വന്നതാണെന്ന് അറിഞ്ഞില്ല. തന്റെ വീട്ടിലേക്ക് വന്ന അതിഥികളാണെന്ന് ആ ഒരൊറ്റ ധാരണയിലതാ ഉടനെ ഭക്ഷണം തയ്യാറാക്കുന്നു. വന്ന വിരുന്നുകാർക്ക് മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നു, തിന്നാൻ ആവശ്യപ്പെടുന്നു. അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ല, കൈകൾ നീളുന്നില്ല. അപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഭയത്തോടുകൂടെ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ തിന്നാത്തത്? അപ്പോഴല്ലേ അവര് പറയുന്നത്, ഞങ്ങൾ മനുഷ്യരല്ല, ഞങ്ങളിതാ ഒരു നാട്ടിലേക്ക് നിയുക്തരായ അല്ലാഹുവിന്റെ റസൂലുകളാണ്, അഥവാ മലക്കുകളാണ് എന്ന നിലക്ക് സംസാരിച്ചപ്പോഴല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാമിന് കാര്യം മനസ്സിലാകുന്നത്. എന്തേ അതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ പറയുമ്പോഴും പറയപ്പെടാത്തതെന്ത്? ഇബ്രാഹിം അലൈഹിസ്സലാമിന് വന്നവരുടെ മനസ്സറിഞ്ഞോ? വന്നത് മലക്കുകളാണെന്നറിഞ്ഞോ? പറയുന്നതിന്റെ വിശദീകരിക്കുന്നതിന്റെ മുമ്പ് അറിഞ്ഞോ? എത്ര സംഭവങ്ങളുണ്ട് നിങ്ങൾ നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ, അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ്, ഒരു ത്യാഗമാണ്. കഴിഞ്ഞ ബലിപെരുന്നാൾ അടക്കമുള്ള സന്ദർഭങ്ങളിൽ ഉലൂഹിയത്ത് അറുത്തപ്പോ നമ്മൾ ഓർത്തു കഴിഞ്ഞു, നമ്മൾ സ്മരിച്ചു കഴിഞ്ഞു ആ ചരിത്രം. ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ മനസ്സിലാക്കി. ബാപ്പയോട് അല്ലാഹുവിന്റെ കൽപ്പന, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൽപ്പന സ്വപ്നത്തിലാണെന്ന വ്യത്യാസമേ ഉള്ളൂ. അമ്പിയാക്കന്മാരുടെ സ്വപ്നവും വഹയി തന്നെ. അതുകൊണ്ട് ആ സ്വപ്നത്തിൽ കേട്ട നിർദ്ദേശം മോനോട് പറയുകയാണ്, മോനെ നിന്നെ അറുക്കണമെന്ന് കൽപ്പനയുണ്ട് മോനെ എന്നിങ്ങനെ വിശദീകരിച്ചപ്പോ ആ സംഭവം പരത്തി പറയേണ്ടതില്ല. ഇസ്മായിൽ അലൈഹിസ്സലാം ആ പിതാവിനോട് പറഞ്ഞതെന്താണ്? ഞാൻ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. അതുപോലെ തന്നെ ആ നിലക്ക് തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി കത്തിയും കയറുമായി മിനായുടെ മലമടക്കുകളിലേക്ക് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പോയില്ലേ? ആ പോക്കിൽ ത്യാഗമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിക്കൂ. ആ പോക്കിൽ ത്യാഗമുണ്ടോ? ത്യാഗമുണ്ടെന്നാ മുസ്ലിമീങ്ങൾ പറയുന്നത്. എന്തേ കാരണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാരടക്കമുള്ള ആളുകളുടെ വിശ്വാസപ്രകാരം എന്താണ് സംഭവിച്ചത്? അതിലൊരു ത്യാഗവും ഇല്ലല്ലോ. കാരണം എന്താണ്? ഇബ്രാഹിം നബിക്ക് അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാമിനും അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തപ്പോഴല്ലേ അതിലൊരു ത്യാഗമുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഇത് അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണ്. ഇനിയിപ്പോ ഞാൻ എൻ്റെ മകന്റെ കയ്യും പിടിച്ചിട്ട് മിനായിൽ പോയിട്ട് അറുക്കാൻ ഒരുങ്ങുമ്പോ അള്ളാഹ് എന്നോട് പറയും, അറുക്കൊന്നും വേണ്ട ഇബ്രാഹിമേ, ഖദ് സദ്ദഖ്ത റുഇയാ, സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറയും എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറിവുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രവൃത്തിയിൽ എന്ത് ത്യാഗമാണുള്ളത് സഹോദരന്മാരെ. അപ്പൊ ആ രണ്ട് നബിമാർക്കും മറഞ്ഞ കാര്യം അറിയില്ലെന്ന് വന്നാലല്ലേ അതിൽ ഒരു ത്യാഗമുള്ളൂ. അറിയും എന്ന് വന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? അതൊരു നാടകമായി പോവില്ലേ? ഇബ്രാഹിം നബിക്കും അറിയാം, ഇസ്മായിൽ അലൈഹിസ്സലാമിനും അറിയാം, ഹാജറ ബീവിക്കും അറിയാം എന്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ ഒരു ആടിനെ ഇറക്കുന്നതോടുകൂടി
കൂടി എല്ലാം അങ്ങ് ഖലാസായി പോകുമെന്ന് ആ മഹത്തുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ സംഭവത്തിൽ എന്ത് ത്യാഗമാണുള്ളത്, നമ്മൾ അതൊന്ന് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അതാ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് ഒരു അപരാധം ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടല്ലോ. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചും സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ സംബന്ധിച്ചും ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില ആരോപണങ്ങൾ മുനാഫിക്കീങ്ങൾ ഉന്നയിച്ചില്ലേ? ആ സംഗതിയുടെ നിജസ്ഥിതി അറിയാതെ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പല സഹാബിമാരെ പോലും സംശയിച്ചു പോയി. നബി തങ്ങളുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയെ സംബന്ധിച്ച്, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ പോലും ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു പോയി എന്നുവരെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. മാത്രമല്ല, നിങ്ങളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയതുകൂടെ ഞാൻ വായിക്കട്ടെ, ഞാൻ പറയുകയല്ല, കേട്ടോളൂ, നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കിക്കോ. ഈ സംഭവത്തെ ചൊല്ലി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന കപടവിശ്വാസിയുടെ നേതൃത്വത്തിൽ ആയിഷക്കെതിരെ ഒരു അപവാദ കഥ പ്രചരിപ്പിച്ചു. അറിഞ്ഞും അറിയാതെയും വിശ്വാസികൾക്കിടയിൽ ഇത് സംസാര വിഷയമായി. ഇതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ആയിഷ റളിയല്ലാഹു അൻഹയെ സംശയിച്ചു പോയി. നിങ്ങൾ നോക്കൂ, അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഇത് നമ്മൾ പറഞ്ഞതല്ല, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നതാണ്. സഹാബത്തിൽ ചിലരൊക്കെ സംശയിച്ചു പോയി. ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്കൊന്ന് തോന്നിയത്, അങ്ങനെ ഒരു ചെറിയ സംശയമെങ്കിലും തോന്നിയത് മറഞ്ഞ കാര്യം അറിയാത്തത് കൊണ്ടല്ലേ? അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിന്റെ തെളിവല്ലേ? ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹാ കൂടാരത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ആ കൂടാരവുമായി കൊണ്ട് ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി പോരുമ്പോ സഹാബിമാരെ യാത്രയായത്? ഉമ്മാക്കും മനസ്സിലായില്ലല്ലോ ഇവര് പോയിട്ടുണ്ടെന്ന്. എത്രയെത്ര കാര്യങ്ങൾ അതിലുണ്ട്. നിങ്ങൾ നോക്കൂ, ഇനി നാളെ വന്നിട്ട് ആരും പറയേണ്ടത് കണ്ടോ അള്ളാന്റെ റസൂല് സംശയിച്ചു പോയി എന്നിങ്ങനെ പറഞ്ഞു എന്ന് ഒരാളും പറയേണ്ടതില്ല. ഞാൻ എന്റെ വകയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഇതാ നിങ്ങളുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയതാണ്. അപ്പൊ ഈ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം, എന്ത് മഹാന്മാരായ ആളുകൾ ആ നിലക്ക് എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടില്ല. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ, ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. സഹോദരന്മാരെ, നാം ചിന്തിച്ചു നോക്കൂ, ഇത്തരത്തിലുള്ള ഓരോ സന്ദർഭങ്ങളിലും എത്രയെത്ര സംഭവങ്ങൾ ധാരാളം നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുകയില്ലേ? ഇവർക്ക് പോലും ജീവിതകാലത്ത് പോലും അദൃശ്യമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് മഹത്തുക്കളെ സംബന്ധിച്ച് എന്ത് പറയുന്നത്? അവർ അതിന്റെ എത്രയോ കാലശേഷം ജീവിച്ചിട്ടുള്ള നബിമാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചു പോലും പറയുന്നു, അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നു. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. ധാരാളമായി നമ്മൾ കേൾക്കാറുള്ള ഒരു പദ്യമാണത്. അനിസ്ലാമികമായ ഒരു കവിതാശകലമാണത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അതാ കേസുമായി കൊണ്ട് ആളുകൾ വരികയല്ലേ? കേസുമായി വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ വാദിയുണ്ട്, പ്രതിയുണ്ട്, സത്യം പറയുന്നവരുണ്ട്, കള്ളം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചവരുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറയുന്നത്, ഞാനും ഒരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ. എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ തർക്കിക്കുമ്പോ എനിക്ക് സത്യമാണെന്ന് ഏതാണ് തോന്നിയതെങ്കിൽ ഞാൻ അതിനനുസരിച്ചാണ് വിധിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കക്ഷികളുടെ മനസ്സ് വായിക്കാൻ, അവരുടെ ഹൃദയം വായിക്കാൻ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ
കൽബകം എന്നോവരി മുഹീദ്ദീൻ ശൈഖ് അവകാശപ്പെട്ടു എന്ന് പറയപ്പെടുന്നല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ. കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണും പോലെ നിങ്ങളുടെ കൽബകം ഞാൻ കാണും, അതിപ്പോഴും കാണുന്നു. ബഗ്ദാദിൽ മറവിട്ട് കിടക്കുന്ന ശൈഖ് ജീലാനി അതാ ലോകത്തുള്ള എല്ലാ ആളുകളുടെയും ഹൃദയം കാണുന്നു, രഹസ്യങ്ങൾ അറിയുന്നു. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട് പോൽ കാട്ടി പറഞ്ഞോവറി എല്ലാം അവകാശപ്പെട്ട് കഴിഞ്ഞില്ലേ? അതേ അവസരത്തിലതാ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന, ജീവിതകാലത്ത് അവിടുത്തെ മുമ്പിൽ വന്നു നിൽക്കുന്ന കക്ഷികളുടെ കൽബറിയാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ പറയുന്നത് കേട്ട് വിധിക്കാനേ എനിക്ക് കഴിയൂ. ഞാൻ ചിലത് എനിക്ക് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ സത്യമാണെന്ന് ഞാൻ വിചാരിക്കും, അതിനനുസരിച്ച് ഞാൻ വിധിക്കും കേട്ടോ. അതിന്റെ ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേ അവസരത്തിൽ ആ അമ്പിയാക്കളുടെ ഒക്കെ പാത വിട്ടുകൊണ്ട്, മഹത്തുക്കളുടെ ഒക്കെ പാത വിട്ടുകൊണ്ട് ഇതാ ഇന്നും പ്രചരിപ്പിക്കുകയാണ് മടവൂർ ശൈഖ് അടക്കമുള്ള ആളുകൾ. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, നിങ്ങൾ കേട്ടതല്ലേ, ആ ക്ലിപ്പെന്ന് കേട്ടതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല കേട്ടോ. ഒരു വ്യക്തി സൗദി അറേബ്യയിൽ ജയിലിൽ കിടന്നപ്പോ ഞാൻ എന്തൊരു കഷ്ടപ്പെടണം, മടവൂർ ശൈഖില്ലേ എന്ന് പറഞ്ഞ് മടവൂർ ശൈഖിനെ അങ്ങ് വിളിച്ചു ഓർത്തപ്പോഴേക്ക് അതാ ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് അതാ മടവൂര് സൗദിയിലേക്ക് ഓടിയെത്തുന്നു, ജയിലിലേക്ക് കയറുന്നു, ഇയാളെ മോചിപ്പിക്കുന്നു, ജയിലധികൃതരോട് അറബിയിൽ നന്നായി സംസാരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കണം, പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, ഒന്നും വേണ്ട, അതാ വിചാരിച്ചപ്പോഴേക്ക് എത്തിപ്പോയി. അതേ അവസരത്തിൽ അള്ളാന്റെ റസൂലിന്റെ സഹാബിമാര് അതാ ഹുബൈബ് റളിയല്ലാഹു അൻഹു കൊലമരത്തിന്റെ താഴെയാണ്. അതുപോലെ തന്നെ പല സഹാബിമാരും അപകടത്തിൽപ്പെട്ട നേരമാണ്. ആ ഘട്ടത്തിൽ അതാ പുന്നാര നേതാവ് ഞങ്ങൾക്ക് പറ്റിയ അപകടം അറിഞ്ഞിട്ടില്ലല്ലോ, നേതാവിനെ ഒന്ന് വിവരം അറിയിക്കണ്ടേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയുണ്ടാക്കിയ പ്രിയപ്പെട്ട ശിഷ്യന്മാര് കൊലക്കളത്തിലേക്ക് അടുത്തപ്പോ ആ സന്ദർഭത്തിലതാ അവരുടെ മനസ്സിൽ നിന്ന് ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ പറ്റി അറിഞ്ഞിട്ടില്ലല്ലോ, റസൂലുള്ളാഹി വിവരമൊന്ന് കൈമാറാൻ എന്താ വഴി? യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശിഷ്യന്മാര് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് അപകടത്തിന്റെ ഘട്ടത്തിൽ പോലും മുത്ത് റസൂലിന്റെ സഹാബിമാര് അവിടുന്ന് കേൾക്കാത്ത സ്ഥലത്ത് നിന്ന് ദൂരെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചിട്ടില്ല. അവര് പക്ഷേ ആരെയാ വിളിച്ചത്? അവർക്കറിയാ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട്, കാണുന്ന ഒരു റബ്ബുണ്ട്, കാഴ്ചക്കോ കേൾവിക്കോ പരിധിയും പരിമിതികളും ഇല്ലാത്ത ഒരു റബ്ബുണ്ട് ഞങ്ങൾക്ക്. ആ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയാണ്, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, അല്ലാഹ് നിന്റെ നബിയോട് ഞങ്ങളകപ്പെട്ട ഈ വിഷയത്തെ പറ്റി നീ വിവരം അറിയിച്ചു കൊടുക്കണേ അല്ലാഹ്. മറിച്ച് അവർ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞുവോ? ഏതാണ് അമ്പിയാക്കളുടെ പാത? ഏതാണ് സഹാബത്തിന്റെ പാത? ഏതാണ് സജ്ജനങ്ങളുടെ പാത? ഏതാണ് ശുഹദായിന്റെ പാത? ഏതാണ് സിദ്ദീഖീങ്ങളുടെ പാത? മനസ്സിലായില്ലേ? അവരൊക്കെയും അതാണ് പഠിപ്പിച്ചു തന്നത്. എന്നിട്ട് ഇവിടെ നിന്നാണ്ട് വിളിച്ചപ്പോഴേക്ക് അതാ സൗദി അറേബ്യയിൽ നിന്ന് ഓർത്തപ്പോഴേക്ക് കേരളത്തിൽ നിന്നതാ മടവൂര് ശൈഖ് അതും ജയിലിലേക്ക് അങ്ങ് പാഞ്ഞെത്തി ആളെ മോചിപ്പിക്കുന്ന കെട്ടുകഥയും കള്ളക്കഥയും ഇവിടെ ഞാൻ ഇട്ടതല്ലേ, ആ ക്ലിപ്പ് ഞാൻ കാണിച്ചതല്ലേ? കാമ എന്ന പേരോട് മുസ്ലിയാരും ഉണ്ടാഞ്ഞതെന്തേ? നിങ്ങൾക്കത് സ്ഥാപിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് വേഗം തടി സലാമത്താക്കിയതാണ് ഞങ്ങൾക്കറിയാം. പറയണം, നിങ്ങൾക്കതിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ പറയണം. ഇവിടെ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. ഇനിയോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പിന്നെ ഇവിടെ പറഞ്ഞൊരു പ്രധാന